നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴക്കാട് ആഘോഷത്തിമിടപ്പിൽ പുതുവർഷത്തെ വരവേൽക്കാൻ ആഘോഷരാവൊരുക്കി മൂവാറ്റുപുഴ ന്യൂസ്. ഫാഷൻ ഷോ, കുട്ടികളുടെ റൺവേ, DJ മ്യൂസിക് പാർട്ടി എന്നിവയുമായാണ് ആഘോഷരാവൊരുക്കിയത്. 1000-ന് മുകളിൽ ആളുകൾ പങ്കെടുത്തു. പോക്സോ കേസിലെ പ്രതിക്ക് ശിക്ഷ വിധിച്ച മൂവാറ്റുപുഴ കോടതി 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കോതമംഗലം പുത്തുകുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അവലി കക്കുടിച്ചാലിൽ ഷൺമുഖിനെയാണ് ശിക്ഷിച്ചത്. പോത്താനിക്കാട് കൃഷിഭവൻ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയ്സ് ഉദ്ഘാടനം ചെയ്തു. 3000-ഓളം ഏത്തവാഴ തൈകളാണ് വിതരണം ചെയ്തത്. തൊഴിലാളി വിരുദ്ധ കോഡുകൾ പിൻവലിക്കുക, ധർണ നടത്തി AITUC. മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. മുൻ MLA ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് അംഗം അബ്ബാസ് ഇടപ്പള്ളിയുടെ നിര്യാണം അനുശോചന യോഗം ചേർന്നു. പ്രസ് ക്ലബ് ഹാളിലാണ് യോഗം ചേർന്നത്. നികത്താനാകാത്ത നഷ്ടമാണെന്ന് യോഗം അനുസ്മരിച്ചു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴക്കാർക്ക് പുതുവർഷത്തെ വരവേൽക്കാൻ ആഘോഷരാവ് ഗ്രാനൈറ്റ് ഒരുക്കി മൂവാറ്റുപുഴ ന്യൂസ്. ഫാഷൻ ഷോ, മൂവാറ്റുപുഴയിൽ ആദ്യമായി കുട്ടികളുടെ റൺവേ, DJ മ്യൂസിക് പാർട്ടി എന്നിവയുമായാണ് ആഘോഷരാവ് ഒരുക്കിയത്. മൂവാറ്റുപുഴയുടെ സ്പന്ദനമറിഞ്ഞ് എന്നും നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുപുഴ ന്യൂസിന്റെ ആഭിമുഖ്യത്തിൽ ടൈംസ് എന്റർടൈൻമെന്റ്സിന്റെയും മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിന്റെയും സഹകരണത്തോടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഗ്രാൻഡ് നൈറ്റ് സംഘടിപ്പിച്ചു. കച്ചേരിത്തടുത്ത് പുതുതായി ആരംഭിച്ച ടോണി ആൻഡ് ഗായ് ഗ്രാൻഡ് നൈറ്റ് പാർട്ണറായും കുട്ടികളുടെ ബ്രാൻഡായ കെയർ കോസ്റ്റ്യൂം പാർട്ണറായും ലക്സ് വെലോസിറ്റി പെരുമ്പാവൂർ മേക്കപ്പ് പാർട്ണറുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ സംഘടിപ്പിച്ച ആഘോഷരാവ് ചലച്ചിത്ര താരം ചൈത്ര പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, മുൻ MLA എൽദോ എബ്രഹാം, നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി, കുട്ടികളുടെ ഫാഷൻ ബ്രാൻഡായ കെയറിന്റെ റീറ്റെയിൽ ബിസിനസ് ഹെഡ് ഷബാബ് കാസിം, ഏരിയ സെയിൽസ് മാനേജർ അൻസാർ സിദ്ദിഖ്, മാർക്കറ്റിംഗ് മാനേജർ ഷിഹാബ് ബഷീർ, മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാൾ മാനേജർ വേണുഗോപാൽ, മാർക്കറ്റിംഗ് മാനേജർ ജേക്കബ് ജോബി, അസിസ്റ്റന്റ് മാനേജർ ജിനു സതീശൻ, ടോണി ആൻഡ് ഗായ് മാനേജിംഗ് പാർട്ണർമാരായ കൃഷ്ണകുമാർ, മനീഷ് തുടങ്ങിയവർ മൂവാറ്റുപുഴ ന്യൂസ് അവതരിപ്പിച്ച ഗ്രാൻഡ് നൈറ്റിന് ആശംസകൾ അർപ്പിച്ചു. ഫാഷൻ ഷോ, DJ മ്യൂസിക് പാർട്ടി എന്നിവയോടൊപ്പമാണ് മൂവാറ്റുപുഴക്കാർക്കായി ഗ്രാൻഡ് നൈറ്റ് ആഘോഷരാവ് സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിൽ ആദ്യമായി കുട്ടികൾക്കായി കിഡ്സ് റൺവേയും ഒരുക്കിയിരുന്നു. 4 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള 14ഓളം കുട്ടികളാണ് റാമ്പിലെത്തിയത്. കുട്ടികളുടെ ബ്രാൻഡായ കെയർ ഫാഷൻ സ്പോൺസർ ചെയ്ത കോസ്റ്റ്യൂമിലാണ് കുട്ടികൾ റാമ്പിലേക്ക് എത്തിയത്. തുടർന്ന് ഇൻഡോ മോഡലിംഗ് ഫാഷൻ അസോസിയേഷൻ അംഗങ്ങളും മൂവാറ്റുപുഴയെ ആഘോഷത്തിമിടപ്പിലാക്കി റാമ്പിലെത്തി. തൊടുപുഴ വി സ്റ്റൈൽ സ്പോൺസർ ചെയ്ത 2 കോസ്റ്റ്യൂമിലാണ് IMFA അംഗങ്ങൾ റാമ്പിലേക്ക് എത്തിയത്. കൊറിയോഗ്രാഫർ ജെനിൽ DHന്റെ നേതൃത്വത്തിലാണ് ഫാഷൻ ഷോ അരങ്ങേറിയത്. റാമ്പിലേക്ക് എത്തുന്നതിന് മുൻപ് കുട്ടികൾക്കും മുതിർന്നവർക്കും ജെനിൽ DHന്റെ നേതൃത്വത്തിൽ പരിശീലനവും നൽകിയിരുന്നു. റാമ്പിലെത്തിയ കുട്ടികൾക്ക് ചടങ്ങിൽ മൊമന്റോ വിതരണം ചെയ്തു. IMFA അംഗങ്ങൾക്ക് ഗ്രാൻഡ് സെന്റർ മാൾ മാനേജർ വേണുഗോപാലും റാമ്പിലെത്തിയ കുട്ടികളെയും IMFA അംഗങ്ങളെയും അണിയിച്ചൊരുക്കിയ ലക്സ് വെലോസിറ്റി പെരുമ്പാവൂർ അംഗങ്ങൾക്ക് ഗ്രാൻഡ് സെന്റർ മാൾ മാർക്കറ്റിംഗ് മാനേജർ ജേക്കബ് ജോബിയും ഗ്രാൻഡ് നൈറ്റ് പാർട്ണർ കച്ചേരിത്താഴം ടോണി ആൻഡ് ഗായ്ക്ക് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയും മൊമന്റോ നൽകി. തുടർന്ന് മൂവാറ്റുപുഴക്കാരെ ആഘോഷത്തിമിടപ്പിലാക്കി DJ മ്യൂസിക് നൈറ്റ് അരങ്ങേറി. കീബോർഡിൽ അനന്തു S ആചാര്യരും DJയിൽ ജിത്സിന്റെ നേതൃത്വത്തിലുള്ള ടീമും അരങ്ങുവാണു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള 1000-ന് മുകളിൽ ആളുകളാണ് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ മൂവാറ്റുപുഴ ന്യൂസ് അണിയിച്ചൊരുക്കിയ ആഘോഷരാവിൽ പങ്കെടുക്കാനെത്തിയത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ
MCS Hospital, we take care of your health. പോക്സോ കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച മൂവാറ്റുപുഴ കോടതി. കോതമംഗലം കുത്തുകുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആവലി കക്കുഴിച്ചാലിൽ ഷൺമുഖിനെയാണ് മൂവാറ്റുപുഴ കോടതി ശിക്ഷിച്ചത്. പോക്സോ കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് മൂവാറ്റുപുഴ കോടതി. കോതമംഗലം കുത്തുകുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആവോലി കക്കുഴിച്ചാലിൽ ഷൺമുഖനെയാണ് മൂവാറ്റുപുഴ സ്പെഷ്യൽ കോടതി ജഡ്ജി ജി മഹേഷ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ 2022 ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. കോതമംഗലത്തെ 10 വയസ്സുകാരിയെയാണ് പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചത്. പ്രോസിക്യൂഷനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PR ജമുന ഹാജരായി. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർമാരായ T ദിലീഷ്, ബേസിൽ തോമസ്, SI TN മൈദീൻ, SCPമാരായ ജിഷ മാധവൻ, ബിജി ജോൺ, ശ്രീജിത്ത്, ബഷീറ എന്നിവരാണ് ഉണ്ടായിരുന്നത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പോത്താനിക്കാട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയ്സ് വാഴത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. പോത്താനിക്കാട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ തൈ വിതരണം ചെയ്തു. 2025-26 വർഷത്തെ ഫ്രൂട്ട്സ് ക്ലസ്റ്റർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഏത്തവാഴ തൈകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയ്സ് വാഴത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. പോത്താനിക്കാടിനെ സംബന്ധിച്ച് പോത്താനിക്കാട് ഒരു കാർഷിക മേഖലയാണ്. അപ്പോൾ ആ കാർഷിക മേഖലയ്ക്ക് നമ്മൾ ഊന്നൽ നൽകേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ കൊണ്ടുപോയി ആൾക്കാർ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുമ്പോഴുള്ളൊരു ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഇതിൻ്റെ വിപണിയിൽ വിലക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് ഭാവിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഇതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനും അതിന് കർഷകന് നല്ല വില ഈ കാർഷിക മേഖലയിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും കൃഷിഭവൻ്റെ നേതൃത്വത്തിലും നല്ല രീതിയിൽ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു സീനിയർ കർഷകനെ അറിയുന്നതെന്ന് മറന്നുപോയി. VFPCKയുടെ പാലക്കാട് ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച 3000-ഓളം ഏത്തവാഴ തൈകളാണ് പഞ്ചായത്തിലെ കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ ബോസ് മത്തായി, കൃഷി അസിസ്റ്റന്റ് സുഖട TM തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജേക്കബ് വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജി മാത്യു, ജിനേഷ് K പോൾ, അനിൽ എബ്രഹാം, ജോബി VG, വിൻസെന്റ് എബ്രഹാം, മിനിമോൾ K ചാക്കോ, സാബു വർഗീസ്, സീന സജി, ഷീല റോയി, അലൻഷ റോബി, CDS ചെയർപേഴ്സൺ സിജി ജോർജ്, കൃഷി അസിസ്റ്റന്റ് ഷെറീന KP, വിവിധ കർഷക സമിതി ഭാരവാഹികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി AITUC. തൊഴിലാളി വിരുദ്ധ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരണങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് AITUC സംസ്ഥാന വ്യാപകമായി നടത്തിയ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായാണ് മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ധർണ നടത്തിയത്. മുൻ MLA ബാബു പോൾ ധർണ ഉദ്ഘാടനം ചെയ്തു. AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം KA നവാസ് അധ്യക്ഷത വഹിച്ചു. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. അബ്ബാസ് ഇടപ്പള്ളിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച പ്രസ് ക്ലബ്ബ്. മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബ് അംഗവും മെട്രോ വാർത്ത ലേഖകനും മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകനുമായിരുന്ന അബ്ബാസ് ഇടപ്പള്ളിയുടെ നിര്യാണത്തിൽ പ്രസ് ക്ലബ്ബ് ഹാളിൽ അനുശോചന യോഗം ചേർന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PG ബിജു അധ്യക്ഷത വഹിച്ചു. സൗഹാർദ്ദപരമായ സമീപനവും സഹകരണ മനോഭാവവും കൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന അബ്ബാസിന്റെ വിയോഗം നാടിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് യോഗം അനുസ്മരിച്ചു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.